നമ്മളെ വീട്ടിലെ പണികളൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. പക്ഷേ എന്നാലും പണികളൊക്കെ ബാക്കിയുണ്ട് എന്താനും. അപ്പോൾ ഇന്ന് നമുക്ക് വീടിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് വയറിങ്ങിൻ്റെ പണിയാണ് ഇപ്പോൾ പെൻഡിങ്ങിലുള്ളത്. അതുപോലെ തന്നെ തേപ്പിൻ്റെ പണി എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ തുടങ്ങാത്തത് നമ്മൾ ഡോറിൻ്റെയും ജനലിൻ്റെയും പണികളാണ്. അത് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച അവർ വന്നിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏകദേശം പണി പൂർത്തിയാവും. ഇനി ഇത്രയും നമ്മൾ ചെയ്യുന്നില്ലോ, ഇതിൻ്റെ അപ്പുറം ഇനി കാര്യങ്ങളൊന്നും ഇപ്പം തൽക്കാലം ചെയ്യുന്നില്ല. കാരണം ഇനിയിപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാനുണ്ട്, അതുപോലെ തന്നെ വേറെയും കുറേ പണികളുണ്ട്. കിച്ചണിൽ കബോർഡ് കൂട്ടാനുണ്ട്, അങ്ങനെ കുറേ പണികളുണ്ട്. അതൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മുടെ അപ്പുറം ഇപ്പുറം ഡോറൊക്കെ കൂട്ടി ഒന്ന് സേഫാക്കി വെച്ച് ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പം നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ, വീടൊക്കെ ഇങ്ങോട്ട് അപ്പുറം ഇപ്പുറം മാറ്റുമ്പോഴൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളല്ലേ വരുത്തുന്നില്ലോ, അപ്പം പൈസയൊക്കെ അത്രയല്ലേ വേണ്ടു. സത്യമല്ല, നല്ല പൈസ വേണം. കാരണം ഓരോ സാധനത്തിനും നല്ല വില കൂടുന്നല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ പൈസയാവും. മെയിനായിട്ട് നമ്മൾ വിചാരിക്കാണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിങ്ങിനായിരുന്നു. വയറിങ്ങിന് നമ്മൾ ഉള്ളിലത്തെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ പോയതായിരുന്നു. അപ്പം മോശമായി എന്ന് പറഞ്ഞാൽ കാണാനൊരു പഴയ മോഡൽ, പിന്നെ 2-3 സ്വിച്ചൊക്കെ പ്ലഗൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ നമുക്ക് എന്താക്കുക, ഓരോ സ്വിച്ച് ബോർഡായിട്ട് മാറ്റാം. അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ 2 റൂമിലത്തെ സ്വിച്ച് ബോർഡ് മുന്നേ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1000-1500 രൂപയ്ക്ക് അതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് മെല്ലെ അത് മാറ്റിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, ഇവിടെ വന്ന ആൾ കംപ്ലീറ്റ് അയച്ച് അയാൾ എന്താ പറയുക ഫുള്ള് സ്വിച്ച് ബോർഡും എല്ലാം മാറ്റി. അപ്പോൾ പിന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കാണേണ്ടി വന്ന്. അപ്പം നമ്മൾ കുറച്ച് ടൈറ്റായി. ഇപ്പം ഇനി നമ്മൾ ഡോറൊക്കെ കൂട്ടി ഒന്ന് കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒന്ന് സേഫ് ആക്കിയതിന് ശേഷം നമ്മൾ ഇവിടത്തേക്ക് മാറാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു കിച്ചണിലെ പണി എന്നും ബാക്കിയുണ്ട് അത്രേ. കാരണം ഒരു സൈഡിൽ മാത്രമേ ബോർഡ് അടിച്ചിട്ടുള്ളൂ, ഗ്ലാസ്സിന് മുകളിലായിട്ട് ബോർഡ് അടിച്ചത് ഒരു ഭാഗത്ത് മാത്രമാണ്. ഇനിയും ഒരു ഭാഗത്ത് ബോർഡ് അടിക്കാനൊക്കെ ഉണ്ട്. ബോർഡ് അടിക്കുന്നില്ല, മറിച്ച് നമ്മളവിടെ നമ്മുടെ പഴയ കിച്ചണിലുണ്ടായ ഗിൽസാണ് അടിച്ചു കൊടുക്കണത്. കാരണം അതാരും കാണാനും പോകുന്നില്ല. സീലിംഗ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാവും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അത് സേഫാണ്. അതുകൊണ്ട് പിന്നെ അവരും വരുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഒരു കിച്ചണിലേക്ക് നമ്മളിപ്പോൾ ഇറങ്ങി പണിയെടുക്കാനുള്ള ഒരു മടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഒന്ന് സേഫായിട്ട് എലികളൊന്നും വരാതിരിക്കാനുള്ള ഒരു കവറിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ വന്ന് സീലിങ്ങിൻ്റെ അവർ വന്ന് അതൊക്കെ ചെയ്ത് തന്നാൽ നമ്മൾ ഈ ഒരു കിച്ചണിലേക്ക് പണിക്ക് വേണ്ടിയിട്ട് ഇറങ്ങും. ഇപ്പം നമ്മൾ മുകളിൽ ആണല്ലോ നിൽക്കണത്. അപ്പോൾ അവിടുന്ന് പാത്രം കഴുകലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ക്ലീൻ ആക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ ഈ ഒരു കിച്ചണിൽ പണിക്ക് അടുപ്പും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, മറിച്ച് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു സൗകര്യം ഈ ഒരു കിച്ചണിലുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഉള്ളിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ അടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാം. അപ്പം നമുക്ക് താഴേന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ ഈ ഒരു കിച്ചണിലേക്ക് വരാം. ഇനി ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കിയിട്ട് ഈ ഒരു കിച്ചണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. മുകളിൽ നിന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറി നമ്മൾ താഴെ വന്നാൽ നമ്മളൊന്ന് ഫ്രീ ആവുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞായറാഴ്ച, അതായത് ഇന്ന് 2 ചേച്ചിമാർ വന്നിട്ട് ക്ലീൻ ആക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ പണിയും കൂടെ ആവില്ല എന്ന് വിചാരിച്ചിട്ട്, കാരണം കംപ്ലീറ്റ് എന്തായാലും വീടൊന്ന് കഴുകണം. അപ്പം വണ്ണാമ്പല അടിക്കണം, പൊടിയും കളയണം. അപ്പം നമ്മൾ ബാക്കിയുള്ള നമ്മളെ കൊണ്ടാവുന്ന പൊടിയും കച്ചറകളൊക്കെ നമുക്കെടുത്ത് മാറ്റി കൊടുത്താൽ ബാക്കി അവർ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഉമ്മയും കൂടിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജൊക്കെ നമ്മൾ കഴുകിയിട്ട് കുറേ ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രിഡ്ജൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. പിന്നെ നമുക്ക് അലക്കാനുള്ള ബുദ്ധിമുട്ട്, എവിടെയും പ്ലഗും കാര്യങ്ങളൊന്നും ഉള്ളിലില്ല, റൂമിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്ലഗും കാര്യങ്ങളൊക്കെ ഈ ഒരു കിച്ചണിലേക്ക് മാറ്റിക്കൊണ്ട് വാഷ് മെഷീന് തൽക്കാലം നമുക്ക് ഈ ഒരു കിച്ചണിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഉമ്മയും കൂടെ വാഷ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ അലക്കലും നടക്കും, അതുപോലെ തന്നെ വൃത്തിയാക്കലും നടക്കും. കംപ്ലീറ്റ് പൊടിയാണ് ഫ്രിഡ്ജൊക്കെ. വാഷ് മെഷീന് ഒരു ഉള്ളിലായിരുന്നു ഉണ്ടായത്, അതായത് ഇപ്പോഴത്തെ ഒരു ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഉള്ളിലായിരുന്നു വാഷ് മെഷീൻ ഉണ്ടായത്.
അതുകൊണ്ട് അതിനത്ര പൊടിയായിട്ടില്ല. ഫ്രിഡ്ജ് സെൻട്രലായതുകൊണ്ട് തന്നെ എല്ലാ പൊടിയും ഫ്രിഡ്ജിനുണ്ട്. അതുകൊണ്ട് പിന്നെ എന്തായാലും ഫ്രിഡ്ജ് ഒന്ന് നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കണം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനും ഉമ്മയും ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളൊക്കെ എന്താ പറയുക കഴുകി ഇവിടുന്ന് വൃത്തിയാക്കിയിട്ട് ഇവിടെ തന്നെ വെച്ച്, പിന്നെ നമ്മൾ മുകളിൽ സിങ്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്. എന്തായാലും ഫുഡ് ഒരു ചായ ഉണ്ടാക്കിയാൽ തന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴുകേണ്ട കാര്യത്തിൽ. അപ്പം ആദ്യമൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടേ ഇല്ല, ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് വാങ്ങലൊക്കെ ആയിരുന്നു. പിന്നെ ഈ പണിയൊന്നും ഇപ്പോഴേ തീരില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാനുമ്മയൊക്കെ ചെറുതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഫുഡൊന്നും ഉണ്ടാക്കലില്ല, എല്ലാം അങ്ങനെ ഒപ്പിച്ച് പോക്കാണെന്ന്. ഇപ്പം ശരിക്കും നല്ല രീതിയിലുള്ള ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. മെയിനായിട്ട് രാത്രിയിൽ എപ്പോഴും നെയ്ച്ചോറായിരിക്കും. കാരണം നെയ്ച്ചോറ് വേഗം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ചപ്പാത്തി, പത്തിൽ അതൊക്കെ ഉണ്ടാക്കൽ ഭയങ്കര അപൂർവമാണ്. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കലേ ഇല്ല, കാരണം നമുക്കത് പരത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ട്, നെയ്ച്ചോറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ചോറൊക്കെ ആദ്യമൊക്കെ വാങ്ങലായിരുന്നു. ഇപ്പം നമ്മൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ഇനി ഇൻഷാല്ലാ ഇവിടുത്തെ ഈ ഒരു സീലിങ്ങും സൈഡിലുള്ള കമ്പി അടിക്കലും അതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിനി ഇവിടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അവരെ വിളിച്ചിട്ട് തന്നെ കിട്ടുന്നില്ല, അവർക്ക് പല തിരക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും സ്റ്റക്കായി നിൽക്കുന്നത്. ബാക്കിയുള്ള പരിപാടികളൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ തൊടുന്നില്ല. അതായത് പെയിൻ്റ് അടിക്കാനുണ്ട്, അതുപോലെ തന്നെ ഉള്ളിലൊരു വാഷ് ബേസിന് സെറ്റാക്കാനുണ്ട്, പിന്നെ ഉള്ളിൽ കുറച്ച് സ്വിച്ച് ബോർഡും കൂടെ മാറ്റാനുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ തൽക്കാലം നമ്മൾ തൊടുന്നില്ല. പിന്നെ കുറേ ആൾക്കാർ ഗ്ലാസ്സിന് എത്ര പൈസയായെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലാസ്സിന് 18,900 രൂപയാണ് ആയിരുന്നത്. 4mm ഗ്ലാസ്സാണ്. അതുപോലെ തന്നെ ഗ്ലാസ്സിന് കൊടുത്ത ഫ്രെയിം നോർമൽ ഫ്രെയിമാണ്. അപ്പം അതിനും കൂടുതൽ റേറ്റിൽ ഫ്രെയിം അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് ഇത്രയും വേണ്ടു, കാരണം നമ്മളൊരു വർക്ക് ഏരിയയിലേക്ക് ഇതാണ് ആവശ്യം. പിന്നെ എന്താ പറയുക, ഒരു സൈഡിൽ മാത്രം ഞാനിങ്ങനെ പറഞ്ഞല്ലോ ഇത് ബോർഡ് അടിച്ചിട്ടുണ്ട് എന്ന്, അത് ഇവിടെയാണ് അടിച്ചത്, അപ്പുറത്തെ സൈഡിൽ അടിക്കാനുണ്ട് അത്രേ. ഗ്ലാസ് നമ്മൾ നോർമൽ ഗ്ലാസ്സാണ് കൊടുത്തത്. പിന്നെ കൂളിംഗ് ഒന്നും ചെയ്തിട്ടില്ല. കൂളിംഗ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഈ ഒരു സൈഡിലാണ് ഇനി കമ്പി അടിക്കാനുള്ളത്. അപ്പം കൂളിംഗ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിലാകുമ്പോൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കാണുമല്ലോ. അപ്പം ഈ ഗ്ലാസ് ആയാലും ആ ഗ്ലാസ് ആയാലും നമുക്ക് കണക്കന്നെ എന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഒരു സൈഡ് ഫുള്ള് വാളാണ്, മറ്റേ സൈഡിൽ പകുതി മുക്കാൽ വാളും പിന്നെ ഗ്ലാസും പിന്നെ ബോർഡുമാണ് കൊടുത്തത്. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ അപ്പുറം ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എന്തായാലും ആൾക്കാർ കാണാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ ബോർഡ് കൊടുക്കാനത്. പിന്നെ കുറേ പീസ് എന്താ പറയുക കമ്പി ബാക്കിയുണ്ട്, അപ്പോൾ അത് വേസ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൈഡിൽ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കമ്പി അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.